ഹായ് മക്കളെ, ഇന്ന് ഒക്ടോബർ 15. ഇന്ന് മുതൽ ക്രിസ്മസ് എക്സാമിലേക്ക് 1.5 മാസം മാത്രമേ സമയമുള്ളൂ. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനിയും പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികളോടാണ് പഠിച്ചു തുടങ്ങുക. ഈ ഒരു 1.5 മാസം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി +2 ബിസിനസ് സ്റ്റഡീസിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിനേഷന് 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 5ാമത്തെ ചാപ്റ്ററായ ഓർഗനൈസിംഗ് വരെ. ഇനി നമ്മുടെ സെക്കൻഡ് ടേമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫിംഗ് മുതൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വരെയാണ് നമുക്ക് സെക്കൻഡ് ടേമിൽ കവർ ചെയ്യാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വിചാരിക്കും സർ സെക്കൻഡ് ടേം മാത്രം പഠിച്ചാൽ പോരെ, സെക്കൻഡ് ടേം മാത്രം പഠിച്ച് ക്രിസ്മസ് എക്സാമിന് പോയാൽ പോരെ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെയാണ് ഈ വരുന്ന സെക്കൻഡ് ടേം എക്സാമിനേഷൻ, അതായത് ക്രിസ്മസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യത്തെ ചാപ്റ്റേഴ്സും 2ാമത്തെ ചാപ്റ്റേഴ്സിനും 3ാമത്തെ ചാപ്റ്റേഴ്സിനും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും വ്യക്തമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിലാണെങ്കിലും ഒരുപാട് കണ്ടന്റ് വീഡിയോസിലാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 9 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി സമയം എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ലാസ്റ്റ് 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. രണ്ടാമതായിട്ട് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. മൂന്നാമതായിട്ട് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് essay ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. സോ ഈ ചാപ്റ്റേഴ്സ് കൂടുതൽ സമയം എടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. സോ ഒപ്പം തന്നെ നമ്മൾ യുവ ബാച്ചിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അതിൻ്റെ എക്സാമിനേഷൻസ് പോകുന്നുണ്ട്, ആൻസർ കീ ഡിസ്കഷൻസ് പോകുന്നുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് ഒരുമിച്ച് ഉഷാറായിട്ട് തന്നെ മാക്സിമം സ്കോർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.